വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്ത് വരുന്ന ചോദ്യം ഇവിടെ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ, അതായത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലും അതുപോലെ തന്നെ CBSE സിലബസിലും ഒക്കെ ആയിട്ട് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിൽ അതിൻ്റെ ഉത്തരം എഴുതണം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട് കിട്ടാനായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ ബാക്കി ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുമായിട്ട് കാണുക. അപ്പോൾ കുറേ ഞാൻ ഇങ്ങനെ തപ്പി നോക്കി ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെയാണ് മുൻവർഷ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ കുറേ തപ്പി നോക്കി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറേ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറേ കിട്ടി. അതായത് കഴിഞ്ഞ ഹിസ്റ്ററിയിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ്റെ കുറച്ച് ഭാഗമുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 9 CBSE ഹിസ്റ്ററിയിൽ എന്തുണ്ട്, ഈ ഫ്രഞ്ച് റവല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല ടീച്ചേഴ്സിൻ്റെ നമ്മുടെ ക്ലസ്റ്ററുകൾ പ്രിപ്പയർ ചെയ്ത ചോദ്യ പേപ്പറുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ടോപ്പിക്കും നോക്കുമ്പോൾ ആ ടോപ്പിക്കിനോടൊപ്പം തന്നെ ഏതൊക്കെ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുന്നേ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ നോക്കിപ്പോകും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നോക്കാം. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അവിടെ നിന്ന് തന്നെയാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഗോൾസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ? ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഗോൾ അല്ലെങ്കിൽ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അത് തന്നെയാണ് എന്ത്, ഫ്രഞ്ച് റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ മുദ്രാവാക്യം. ഇങ്ങനെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അവിടെ നിന്നാണ്, അല്ലേ? നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഡെസ്പോട്ടിക് റെജീം ഇൻ ഫ്രാൻസ് ആണ് പഠിച്ചത്. അതായത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശങ്ങൾ. എന്തൊക്കെ നമ്മളിവിടെ കവർ ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഫ്രാൻസിലെ രാജവംശം ഏതാണ്, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്, അല്ലേ? ഡിവൈൻ റൈറ്റ് തിയറിയൊക്കെ പഠിച്ചു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്ത് ചോദ്യങ്ങൾ വരാമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദ ബൂർബൺ റൂൾ ഇൻ ഫ്രാൻസ്? ഫ്രാൻസിലെ ബൂർബൺ റൂളിൻ്റെ ഫീച്ചർ അല്ലാതെ വരുന്നത്. ഓട്ടോക്രസി അവരുടെ ഫീച്ചർ ആയിരുന്നു, സ്ക്വാൻഡർ അവരുടെ ഫീച്ചർ ആയിരുന്നു, ലക്ഷറി ലൈഫ് അവരുടെ ഫീച്ചർ ആയിരുന്നു, പക്ഷേ ഡെമോക്രസി അവരുടെ ഫീച്ചർ അല്ല. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്തുവാണ്? ഡെമോക്രസിയാണ്. ബാക്കി മൂന്നും അറിയില്ലെങ്കിലും ഡെമോക്രസി അവർക്കുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അറിയാമെന്നുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് ടൈറ്റിൽ വെയർ ദ 18th century റൂളേഴ്സ് ഓഫ് ദ ഫ്രാൻസ് നോൺ ബൈ? 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ റൂളേഴ്സിനെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ബൂർബൺ മൊണാർക്ക്, അല്ലെങ്കിൽ ബൂർബൺ രാജവംശം, അല്ലെങ്കിൽ ബൂർബൺ കിങ്സ്, അല്ലെങ്കിൽ ലൂയി കിങ്സ് എന്നും അറിയപ്പെടും. വാട്ട് അബൌട്ട് ദ ബൂർബൺ റൂൾ? അവരുടെ റൂളിനെ പറ്റി നമുക്ക് എന്തൊക്കെ പറയാനായിട്ട് പറ്റും? ഒന്ന്, എന്തൊക്കെയായിരിക്കും? അവർ ഡെസ്പോട്ടിക് ആയിരുന്നു, അവർ ഡിവൈൻ റൈറ്റ് ഓഫ് റൂൾസിനെ വിശ്വസിച്ചിരുന്നു, അവർ ലക്ഷറി ലൈഫാണ് ലീഡ് ചെയ്തിരുന്നത്. എന്തായിരിക്കും? ബേസിക് പീപ്പിൾസിൻ്റെ ബേസിക് നീഡിനെ അവർ ഒട്ടും തന്നെ കൺസിഡർ ചെയ്തിരുന്നില്ല. ഈ പറയുന്ന ബൂർബൺ രാജാവായിട്ട് ലൂയി 14 ഐ ആം ദ സ്റ്റേറ്റ് എന്ന് വരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്താ? വാട്ട് ഈസ് ഡിവൈൻ റൈറ്റ് തിയറി? ഡിവൈൻ റൈറ്റ് തിയറി എന്നാൽ എന്താണ്? ഡയറക്റ്റായിട്ട് എടുത്ത് ചോദിക്കാം. എന്താ ഡിവൈൻ റൈറ്റ് തിയറി പറയുന്നത്? ഇവർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗോഡാണ്. അതായത് അവർ ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ, അല്ലേ? അവർ രാജാവ് എന്ന് പറയുന്ന ദൈവമായിട്ട് അവർക്ക് കൊടുത്ത കഴിവാണ്, അല്ലേ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്കും അതിനോട് അക്കൗണ്ടബിൾ ആകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്? അവർ ഡെസ്പോട്ടിക് റൂള് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. അനലൈസ് ആൻഡ് ലിസ്റ്റ് ഡൗൺ ദ റീസൺസ് ആസ് ടു വൈ ദ റൂളേഴ്സ് ഓഫ് ഫ്രാൻസ് ബിക്കം അൺപോപ്പുലർ? അതായത് ഫ്രാൻസിലെ റൂളേഴ്സ് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരായി മാറിയതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, കറപ്ഷൻ, extravagance and continuous war waged by the Louis XV, who succeeded by Louis XVI, who put the country in greater misery, അല്ലേ? പൈസയ്ക്കും അതുപോലെ എക്സ്ട്രാവജൻ്റ് ലൈഫും ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുതിയ പുതിയ ടാക്സുകൾ കൊണ്ടുവന്നു. എന്താണ്? രാജാവിൻ്റെ ഈ രാജ്ഞിയുടെ എക്സ്ട്രാവജൻ്റ്, അല്ലെ, ഈ പറയുന്ന ആഡംബര ജീവിതം ഇയാളെ കണ്ടില്ല എന്നടിച്ചു. അങ്ങനെ ജനങ്ങളെല്ലാം ഇവർക്ക് എതിരായിട്ട് മാറി. കണ്ടോ, ഇത് പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ പല കാരണങ്ങൾ ചേർന്നിട്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഫ്രഞ്ച് റൂളേഴ്സ് ജനങ്ങൾക്കിടയിൽ അൺപോപ്പുലർ ആയി എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ വരുന്ന ടോപ്പിക്ക് ഫ്രഞ്ചിലെ സോഷ്യൽ സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് വരുന്ന ചോദ്യം എന്തായിരിക്കും? വാട്ട് വെയർ ദ 3 എസ്റ്റേറ്റ് ഓഫ് ദ ഫ്രഞ്ച് സൊസൈറ്റി? അല്ലെ, ഫ്രഞ്ച് സൊസൈറ്റിയിലെ 3 എസ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് അഥവാ ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് അഥവാ നൊബിലിറ്റി, അതുപോലെ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാണ്? കോമണേഴ്സ്. എന്നിങ്ങനെ 3 ഡിവൈഡ്
ചെയ്തിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 3 റെജീം അല്ലെങ്കിൽ ഈ 3 ആൾക്കാരുടെയും ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് മനഃപൂർവ്വമാണ്, പക്ഷേ അത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ തന്ന നോട്ടിനകത്ത് ഞാനത് പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഉറപ്പായിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് ഏത് കുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പ്രീവിയസ് ചോദ്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്, ദ ടാക്സ് കളക്റ്റഡ് ഫ്രം ദ പെസൻസ് അല്ലെങ്കിൽ നമ്മുടെ കോമണേഴ്സ് നെയിംഡ് തൈദ് വാസ് ദ പ്രോപ്പർട്ടി ഓഫ് വിച്ച് എസ്റ്റേറ്റ് ഇൻ ദ ഫ്രഞ്ച് സൊസൈറ്റി, വാട്ട് വെയർ ദ അതർ റൈറ്റ്സ് ഓഫ് ദിസ് എസ്റ്റേറ്റ്. അതായത് തൈദ് എന്ന പേരിൽ നികുതി കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ഫസ്റ്റ് എസ്റ്റേറ്റുകാർ ആണ്, അല്ലെങ്കിൽ ക്ലർജിയാണ് എന്ത് ചെയ്തത്, അത് വാങ്ങിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു അവരുടെ മറ്റ് പ്രധാനപ്പെട്ട അവർക്ക് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ? അവരുടെ കയ്യിൽ ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു. അവർ ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടിരുന്നു, അതായത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവരാണ് ഹയർ പൊസിഷൻസ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ മിലിറ്ററി സർവീസിലും അഡ്മിനിസ്ട്രേഷനിലും ഹൈ പൊസിഷൻസ് ഒക്കെ ഈ പറയുന്ന ക്ലർജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന നോബിൾസ് ആണ്. അപ്പോൾ നോബിൾസിൻ്റെ ടാക്സ് ആയിട്ടുള്ള വോങ് തീം എന്നൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതുപോലെ അവിടെ നിന്നും ചോദ്യങ്ങൾ വരാം. അടുത്ത് തേർഡ് എസ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. അവർക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു, അവർ ക്ലർജിക്ക് കൊടുക്കണം, അതുപോലെ തന്നെ സെക്കൻഡ് നോബിൾസിന് കൊടുക്കണം. മാത്രമല്ല അവർ മിലിറ്ററി പെർഫോമൻസ് ചെയ്യണം, അല്ലെങ്കിൽ മിലിറ്ററി ആക്ടിവിറ്റീസ് ചെയ്യണമായിരുന്നു. മാത്രമല്ല അവർ ഫ്രീ സർവീസും കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം ഇങ്ങനെ വന്നൂടെ, വൈ വാസ് ദ തേർഡ് എസ്റ്റേറ്റ് അൺഹാപ്പി? ഇത് മുന്നേ CBSEക്ക് എന്തോ ചോദിച്ച ചോദ്യമാണെന്ന് തോന്നുന്നു, അറിയില്ല ഏതിനാണെന്നുള്ളത്. ഞാൻ പലയിടത്തു നിന്ന് കിട്ടിയ ചോദ്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വൈ വാസ് ദ തേർഡ് എസ്റ്റേറ്റ് അൺഹാപ്പി? തേർഡ് എസ്റ്റേറ്റ് ഹാപ്പി അല്ലായിരുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ദേ വെയർ ട്രീറ്റഡ് പുവർലി ആൻഡ് ഓവർലുക്ക്ഡ് ബൈ ദ ടു എസ്റ്റേറ്റ് അല്ലേ. അവരെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അവരൊക്കെ താഴ്ന്ന ആൾക്കാരായിട്ടാണ് മറ്റ് 2 എസ്റ്റേറ്റുകാരും കണ്ടിരുന്നത്. അവർ ഗവൺമെൻറ്റിനും ഇവർക്കും എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണമായിരുന്നു. അവർക്ക് യാതൊരുവിധ പ്രിവിലേജും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ നമുക്ക് ഈ 2 പോയിന്റുകളും കൂടെ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ തേർഡ് എസ്റ്റേറ്റുകാർ ഹാപ്പി അല്ലായിരുന്നു, അല്ലെ തേർഡ് എസ്റ്റേറ്റുകാരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, തേർഡ് എസ്റ്റേറ്റുകാർ എന്തുകൊണ്ട് സമരത്തിന് ഇറങ്ങി, ഇതിങ്ങനെ ഏത് രീതി ചോദിച്ചാലും ഈ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നത് ആണ്. അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മാത്രമല്ല ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ റിവിഷനായിട്ടും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണക്കാക്കാം. മിഡിൽ ക്ലാസ് വന്നു അല്ലേ. അങ്ങനെ എന്ത് പറ്റി? ഇതിനകത്തുണ്ടായിരുന്ന തേർഡ് എസ്റ്റേറ്റ് വന്നിരുന്ന മിഡിൽ ക്ലാസ്സുകാർ 18-ാം നൂറ്റാണ്ടിൽ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം പൈസക്കാരായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചോദ്യം വരും? നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് സോഷ്യൽ ഗ്രൂപ്പ്, ഓക്കെ ഈ ചോദ്യം പറഞ്ഞിട്ട് അത് പറയാം. വിച്ച് സോഷ്യൽ ഗ്രൂപ്പ് എമേർജ്ഡ് ഇൻ ഫ്രാൻസ് ഇൻ ദ 18th century? 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഉന്നതിയിലേക്ക് വന്ന ഗ്രൂപ്പ് ഏതാണ്? അതിനെ നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കും. മിഡിൽ ക്ലാസ്. അപ്പോൾ മിഡിൽ ക്ലാസ്സുകാർ ഇത്രയൊക്കെ ചെയ്തിട്ട് അവർക്ക് വില കൊടുത്തിരുന്നോ? ഇല്ല. വില കിട്ടിയിരുന്നോ? ഇല്ല. അപ്പോൾ എന്ത് പറ്റി? ദ റൈസ് ആൻഡ് ഡിസ്കണ്ടന്റ് ഓഫ് ദ മിഡിൽ ക്ലാസ് ഡിസൈസീവ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ, ഇവാലുവേറ്റ് എന്നൊരു ചോദ്യം വരാം. എന്ന് വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റുകാരെ ഇവരുടെ ഡിസ്കണ്ടന്റ് ഇവിടെ പറയുന്നുണ്ടല്ലോ അല്ലേ, അവരുടെ എതിർപ്പ്, അവരുടെ അതൃപ്തി പറയുന്നുണ്ട്. അപ്പോൾ അതൃപ്തി എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ഡെവലപ്മെൻറ്റ് കാരണം ഫ്രാൻസിൽ വന്ന കാശുകാരായി വന്ന ആൾക്കാരാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോർട്ടുകളൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഇവരായിരുന്നു. അവരിൽ ഡോക്ടേഴ്സും ലോയേഴ്സും ബാങ്കേഴ്സും ഉണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ ടാക്സ് കൊടുക്കുമായിരുന്നു. പക്ഷേ അവർക്ക് എന്ത് കൊടുത്തില്ല? ആവശ്യമായ സ്റ്റാറ്റസ് കൊടുത്തില്ല. ആ സ്റ്റാറ്റസ് കൊടുക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? ജനങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അടുത്ത ഫ്രാൻസിലുണ്ടായ എക്കണോമിക് ക്രൈസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്രിപ്പയർ എ നോട്ട് ഓൺ ദ എക്കണോമിക് ക്രൈസിസ് ഓഫ് ഫ്രാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1770 സമയത്ത് എന്ത് പറ്റി? അഗ്രികൾച്ചറൽ സെക്ടറിൽ പ്രധാനമായിട്ട് ഒരു ക്രൈസിസ് ഉണ്ടായി. അങ്ങനെ എന്ത് പറ്റി? ഈ പറയുന്ന ആൾക്കാർ സാധനങ്ങളുടെ വിലയൊക്കെ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് കൂടി. ദിസ് വാസ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ അല്ലേ. പ്രൊഡക്ഷൻ കുറഞ്ഞതായിരുന്നു ഈ പറയുന്ന ദാരിദ്ര്യത്തിന് കാരണമെന്ന് പറയുന്നത്. സീരിയൽസിൻ്റെയും മറ്റിൻ്റെയും വില ഒരുപാട് എന്ത് ചെയ്തു? കൂടി. അങ്ങനെ എന്ത് പറ്റി? ഈ പറയുന്ന കർഷകർ ബുദ്ധിമുട്ടിൽ ആയി. ഇനി ഇംഗ്ലണ്ടുമായിട്ട് ആർട്ടിസൻസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്തത്? ഇംഗ്ലണ്ടുമായിട്ടുണ്ടായ ട്രേഡ് കാരണം വില കുറഞ്ഞ രീതിക്ക് സാധനങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കേണ്ടി വന്നു. അങ്ങനെ ഇവിടെയുള്ള ആ സാധനങ്ങളുടെ വില കുറഞ്ഞു. അങ്ങനെ ആൾക്കാർക്ക് ആർട്ടിസൻസിനെ ഈ പറയുന്ന കരകൗശല ജോലി ചെയ്യുന്നവർക്ക് തൊഴിലില്ലാതായി. അവരെന്ത് ചെയ്തു? പ്രശ്നത്തിലോട്ട് മാറി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എന്തുകൂടെ പറയാൻ പറ്റും? ഈ പറയുന്ന എക്കണോമിക് ക്രൈസിസ് കാരണം രാജാവ് കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കടം വാങ്ങാൻ തുടങ്ങി. അത് ബാങ്കേഴ്സിനെയും എന്ത് ചെയ്തു? എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളാണ് എക്കണോമിക് ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നോക്കിയാൽ നമ്മുടെ തിങ്കേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് പലർക്കും സംശയം അല്ലേ, എങ്ങനെ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം? നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് തിങ്കേഴ്സ് ടു ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനിൽ തിങ്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനിൽ തിങ്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഓക്കെ, ഫ്രാൻസ് ഇൻ ദ 18th century ഹാഡ് മെനി റവല്യൂഷണറി തിങ്കേഴ്സ്. പ്രധാനമായിട്ട് വരുന്നതാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ.
ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ റെവല്യൂഷണറി ഐഡിയാസ് എൻകറേജ്ഡ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ് അല്ലേ. അവരുടെ ആ പറയുന്ന ഐഡിയാസ് ജനങ്ങളെ എന്തിനു പ്രേരിപ്പിച്ചു? അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് പ്രേരിപ്പിച്ചു. ദേ എക്സ്പോസ്ഡ് ദ ഇൻഎഫിഷ്യൻസി ഓഫ് ദ മൊണാർക്കി അല്ലേ. അവർ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ രാജഭരണത്തിൻ്റെ ഇൻഎഫിഷ്യൻസി എന്ത് ചെയ്തു? നല്ല രീതിയിൽ കാണിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ഒന്ന് അല്പം സൂം ചെയ്യാം അല്ലേ. സ്ക്രീനിൽ ചെറിയ സൈസ് കുറവ് പോലെ തോന്നുന്നു. ശരി, കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാമല്ലോ. ശരി, നോക്കിക്കോ. അപ്പോൾ എന്ത് പറ്റി? അവർ ഈ പറയുന്ന രാജാവിൻ്റെ കഴിവുകേടിനെ പറ്റിയിട്ട് എക്സ്പോസ് ചെയ്തു. അങ്ങനെ എന്ത് പറ്റി? ആൻഡ് ഹിസ് ഗവൺമെൻറ് ആൻഡ് അറോസസ് ദ പീപ്പിൾ ടു ചലഞ്ച് ദ അതോറിറ്റി അല്ലേ. അവർ ജനങ്ങളെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോൾ അതാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ഫ്രഞ്ച് തിങ്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ പൊതുവിലേ ചോദിച്ചാൽ നിങ്ങൾക്കിത് പറയാം. അടുത്തൊരു ചോദ്യം, വൺ വേർഡ് വരാം. എ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. ഹൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദിസ്? ചോദിച്ചാൽ പറയണം അത് ആര് പറഞ്ഞതാണ്? അത് റൂസോ പറഞ്ഞത് ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് തിങ്കേഴ്സ് ഒരു എസ്സേ ചോദ്യമായിട്ട് വന്നാൽ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതണമെന്ന് ചോദിച്ചാൽ ഈ രീതിക്ക് എഴുതണം. ഒന്ന്, വോൾട്ടയർ എന്താ ചെയ്തത്? റെഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ക്ലർജി അല്ലേ. ഈ പറയുന്ന പുരോഹിതന്മാരുടെ എക്സ്പ്ലോയിറ്റേഷനെ കളിയാക്കി. പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ് ആൻഡ് ഇക്വാലിറ്റി എമംഗ് ദ ഹ്യൂമൻസ്. വോൾട്ടയറിൻ്റെ കോൺട്രിബ്യൂഷൻ. റൂസോയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? അദ്ദേഹം സോഷ്യൽ കോൺട്രാക്ട് എന്ന ബുക്കിലൂടെ എന്ത് പറ്റി? രാജാവും സിറ്റിസൺസും തമ്മിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റും സിറ്റിസൺസും തമ്മിലുള്ള റിലേഷനെ പറ്റി പറഞ്ഞു. ഫ്രീഡത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. നാച്ചുറലിസത്തെ പറ്റി പറഞ്ഞു. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. മാൻ എന്താണ്? ബോൺ ഫ്രീ ആണ്, പക്ഷേ എവിടെ അവരെന്താണ്? ചേഞ്ചിലാണെന്നുള്ളത്. മോണ്ടസ്ക്യൂവിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? സ്പിരിറ്റ് ഓഫ് ലോ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ്റിനെ നമ്മൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡെമോക്രസിയെയും റിപ്പബ്ലിക്കിനെയും പ്രൊമോട്ട് ചെയ്തു. പോയിന്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ജോൺ ലോക്ക് മറ്റൊരു തിങ്കറാണ്. അദ്ദേഹം എന്താ ചെയ്തത്? ഫേമസ് വർക്ക് പറഞ്ഞു ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് പറഞ്ഞത് എന്താണ്? ഡിവൈൻ റൈറ്റ് തിയറിയെ എതിർക്കുകയാണ് ചെയ്തത്. ടുർഗോട്ടും നെക്കറും എന്ത് ചെയ്തിരുന്നു? ഇവർ ഫ്രാൻസിൻ്റെ എക്കണോമിക് സിസ്റ്റത്തിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ ക്ലാസിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും പ്രവർത്തിച്ച തിങ്കേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫ്രഞ്ച് തിങ്കേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഞ്ച് തിങ്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിന്നുള്ള പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സ്പിരിറ്റ് ഓഫ് ലോ എന്ന പുസ്തകം എഴുതിയത് ആര്? മോണ്ടസ്ക്യൂ. അടുത്ത്, ജോൺ ലോക്കിൻ്റെ ടു ട്രീറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്റിൽ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഡിവൈൻ റൈറ്റ് തിയറിയെ എതിർക്കുകയാണ് ചെയ്തത്. ഇത്തരം ചോദ്യങ്ങൾ വൺ വേർഡിലും വരാം, അതുപോലെ തന്നെ ജനറൽ ചോദ്യവും വരാം. അപ്പോൾ ഞാനിവിടെ ഉത്തരം കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളും സ്വന്തമായിട്ടൊരു ഉത്തരം പ്രിപ്പയർ ചെയ്ത് അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്കും സമയം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എസ്റ്റേറ്റ് ജനറൽ മീറ്റിങ്ങിനെ പറ്റിയിട്ടാണ് അല്ലേ. ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടായി, ഇൻഫ്ലുവൻസേഴ്സ് വന്നു അല്ലേ. നെക്കർ ആദ്യം ടൂർഗോട്ട് വന്നിട്ട് കുറേ കാര്യം പറഞ്ഞു, അത് കേട്ടില്ല. രാജ്ഞിയുടെ എതിർപ്പ് കാരണം അയാളെ പുറത്താക്കി. അടുത്ത നെക്കർ വന്നു. നെക്കറിനെ എന്ത് ചെയ്തു? ആദ്യം പുറത്താക്കുമെങ്കിൽ പിന്നീട് വരുന്നു. അങ്ങനെ നെക്കർ പറയുന്നു എന്താണ്? എസ്റ്റേറ്റ് ജനറൽ നിങ്ങൾ വിളിച്ച് ചേർത്താലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ, രാജ്യക്കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ലൂയി 16 എസ്റ്റേറ്റ് ജനറൽ വിളിച്ച് ചേർത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരാമെന്ന് നോക്കിയാൽ നോക്കി. ഇഫ് ലൂയിസ് 16 ഹാഡ് നോട്ട് ബീൻ സമ്മൺഡ് ദ എസ്റ്റേറ്റ് ജനറൽ ഇൻ 1789 ദ ഫ്രഞ്ച് റെവല്യൂഷൻ വുഡ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ്. അതായത് അന്ന് അയാൾ ഇത് വിളിച്ച് ചേർത്തില്ലെങ്കിൽ അന്ന് തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ത് ചെയ്തേനെ? സ്റ്റാർട്ടായതിനെ. സബ്സ്റ്റാൻഷിയനാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്താണ്? അതെ, ശരിയാണ്. കാരണം എന്താണ്? അദ്ദേഹം ഈ പറയുന്ന ഇനോർമസ് ആയിട്ടുള്ള ഡെറ്റ് അഥവാ കടത്തിലായിരുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങൾ മാറാനായിട്ട് എന്ത് പറ്റി? അദ്ദേഹത്തിന് ഈ പറയുന്ന എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കേണ്ടി വന്നു. കാരണം വിളിച്ചു ചേർത്താലേ പുതിയ നികുതിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റൂ, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റൂ. പക്ഷേ വിചാരിച്ച പോലെ നടന്നില്ല. കാരണം തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അവരെന്ത് പറ്റി? അവരിവിടുന്ന് പിണങ്ങി ഇറങ്ങി പോവുകയും അവർ പിന്നെ നാഷണൽ അസംബ്ലി രൂപീകരിക്കുകയും ചെയ്തു. അതാണ് സംഭവം. അപ്പോൾ എസ്റ്റേറ്റ് ജനറലിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രാതിനിധ്യത്തിൻ്റെ കുറവായിരുന്നു അല്ലേ. ഫസ്റ്റിനും സെക്കൻഡിനും അവരുടെ പോപ്പുലേഷൻ പ്രപ്പോർഷനേക്കാൾ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ തേർഡ് എസ്റ്റേറ്റിന് അത് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബാക്കി രണ്ടുപേർക്കും അതെന്താണ്? ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിക്കൊണ്ടിരുന്നതാണെങ്കിൽ മൂന്നാമത്തെ ഇലക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അത് എതിർത്തു. മാത്രമല്ല 1 വോട്ട് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അത് എന്താ പറ്റുന്ന? ആകെ 3 വോട്ടേ ഉള്ളൂ. 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കും. സോ തേർഡ് എസ്റ്റേറ്റിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയാണ് ചെയ്തത്. സോ ഓക്കെ, വാട്ട് പ്രിൻസിപ്പിൾ വാസ് ഫോളോഡ് ബൈ ദ എസ്റ്റേറ്റ് ജനറൽ ഫോർ ടേക്കിംഗ് വോട്ട്സ്? 2019 CBSEക്ക് ചോദിച്ച ചോദ്യമാണ്. എന്തായിരിക്കും എസ്റ്റേറ്റ് ജനറൽ വോട്ടിംഗ് എന്ന് വെച്ചാൽ എന്തായത്? പ്രിൻസിപ്പിൾ ഓഫ് ദാറ്റ് ഈച്ച് സ്റ്റേറ്റ് ഹാസ് 1 വോട്ട്. അതായിരുന്നു അവരുടെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് 3നും ഒരേ വോട്ട് വെച്ചുണ്ടായിരുന്നു. ഈക്വൽ വോട്ടിംഗ് പവർ ആയിരുന്നു. സോ പോപ്പുലേഷൻ നോക്കുമ്പോൾ ആലോചിച്ച് നോക്ക്. പോപ്പുലേഷൻ വളരെ കൂടിയവർക്കും ഒരു വോട്ട്, വളരെ കുറഞ്ഞവർക്കും ഒരു വോട്ട്. ന്യായമാണോ? അല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ രാജാവിനടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞു. പക്ഷേ രാജാവ് കേട്ടില്ല, പ്രതികരിച്ചു. അവരെന്ത് ചെയ്തു? ഇറങ്ങി പോയി. അങ്ങനെ അവരെന്ത് ചെയ്തു? നാഷണൽ അസംബ്ലി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നു. അങ്ങനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിൽ അവർ പറഞ്ഞു എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് വരെ
അവർ വിട്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. നേതാക്കന്മാരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. ആരൊക്കെയാണ്? ജീൻ സുലിവൻ ബെയ്ലി, അബേസിയസും മിറാബോവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരാരെ പുറത്താക്കുന്നു? നെക്കറിനെ രാജാവ് പുറത്താക്കുന്നു. ജനങ്ങൾ അജിറ്റേറ്റഡ് ആവുന്നു. അവരെങ്ങോട്ട് പോകുന്നു? ബാസ്റ്റിൽ കോട്ടയിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് ചോദ്യമാണ് വരാൻ സാധ്യതയുള്ളത്. നോക്കിയേ. വൈ ബാസ്റ്റിൽ വാസ് ഹേറ്റഡ് ബൈ ഓൾ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ എന്തുകൊണ്ടാണ് ബാസ്റ്റിൽ കോട്ടയെ ജനങ്ങൾ എതിർത്തിരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ ആദ്യം ഇടിച്ചു കയറിയത്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരുന്നു? ഇതാണ് ഈ പറയുന്നത് അല്ലേ. നോക്കിയേ. മൊണാർക്ക് ആയതെങ്കിൽ ഈ പറഞ്ഞ രാജാക്കന്മാർ അവരുടെ തടവറയായിട്ട് അല്ലെ പ്രിസൺ ആയിട്ട് കൊണ്ടു നടന്ന കോട്ടയാണ് ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഹേറ്റഡ് ബൈ ഓൾ ഇൻ ദ ഫ്രാൻസ് ബിക്കോസ് ഇറ്റ് സ്റ്റുഡ് ഫോർ ദ ഡെസ്പോട്ടിക് പവർ ഓഫ് ദ കിങ്. അല്ലെ, രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു സിമ്പലായിരുന്നു അത്. സോ ഒപ്രഷൻ്റെ അടിച്ചമർത്തലിൻ്റെ സിമ്പലായിരുന്നു. സോ അത് ആദ്യം തകർത്തപ്പോൾ ജനങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു വിശ്വാസം കിട്ടി പ്രതികരിക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ സ്റ്റോമിംഗ് ഓഫ് ദ ബാസ്റ്റിൽ ബിക്കം ദ മെയിൻ കോസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ? എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രഞ്ച് റവല്യൂഷൻ ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, റോയൽ അതോറിറ്റിയുടെ സിമ്പലായിരുന്നു ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത്. സോ അത് തകർക്കുന്നതിലൂടെ മൊണാർക്കിയെ തകർത്തു എന്നൊരു സെൻസ് ജനങ്ങൾക്കിടയിൽ കിട്ടി. സോ അതിലൂടെയാണ് എന്ത് പറ്റുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. എക്സ്പ്ലെയിൻ ഹൗ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓർഡർ ഇൻ ദ ഫ്രാൻസ് കോസ്റ്റ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ വരുന്നൊരു ചോദ്യമാണ് അല്ലേ. എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങുന്നത്? അതിൽ ഈ പറയുന്ന എക്കണോമിക് സോഷ്യലുമായിട്ടുള്ള ഫാക്ടേഴ്സ് എങ്ങനെയാണ് അഫക്റ്റ് ആയത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എസ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തു. ആൾക്കാർക്കിടയിൽ സാമൂഹികമായ പ്രശ്നം ഉണ്ടാക്കി. മിഡിൽ ക്ലാസ്സുകാർക്ക് വരുമാനം ഉണ്ടായിട്ട് അവർക്ക് വില കൊടുത്തില്ല. അപ്പോൾ എക്കണോമിക്കായ പ്രശ്നം ഉണ്ടായി. എക്കണോമിക് ക്രൈസിസ് വന്നു. ആൾക്കാർ ദാരിദ്ര്യത്തിലായി. അപ്പോഴും രാജാവും കൂട്ടരും അടിച്ചുപൊളിച്ച് ജീവിച്ചു. സോ ജനങ്ങൾ ബുദ്ധിമുട്ടിലായി. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ. ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓർഡർ ഇൻ ദ ഫ്രാൻസ് ഇൻ ദ ലേറ്റ് 18th centuries വാസ് എക്സ്ട്രീംലി അൺഈക്വൽ ആൻഡ് എക്സ്പ്ലോയിറ്റീവ്. അല്ലേ, എന്ന് വെച്ചാൽ എന്താ? അത് തുല്യതയിൽ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നില്ല അല്ലേ. രാജാവും മറ്റവരും കിടിലവും ബാക്കിയുള്ളവർ പാവപ്പെട്ടവരും മോശക്കാരും ഒന്നായിരുന്നു. അത് എക്സ്പ്ലോയിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തേർഡ് എസ്റ്റേറ്റിൽ നിന്നാണ് മാക്സിമം ടാക്സും കാര്യങ്ങളും പിടിച്ചിരുന്നത്. അപ്പോൾ എന്ത് പറ്റി? ദ ക്ലർജി ആൻഡ് ദ നൊബിലിറ്റി ഫോംഡ് ദ ഫസ്റ്റ് ടു എസ്റ്റേറ്റ് വെയർ ദ മോസ്റ്റ് പ്രിവിലേജ്ഡ് ക്ലാസ്. അല്ലേ, നൊബിലിറ്റി അതായത് ഈ പറഞ്ഞ ക്ലർജിക്കും അതുപോലെ തന്നെ സെക്കൻഡ് നോബിൾസിനും ഒരുപാട് പ്രിവിലേജ് കൊടുത്തിരുന്നു. പക്ഷേ തേർഡ് എസ്റ്റേറ്റിന് ഒരു കാര്യവും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രിവിലേജും കൊടുത്തിരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ജനങ്ങൾ പ്രശ്നത്തിലോട്ട് എത്തി. നെക്സ്റ്റ്. വാട്ട് പ്രോബ്ലം ലെഡ് ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻ ഫ്രാൻസ്? അല്ലേ, ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഔട്ട് ബ്രേക്കിനുണ്ടായ കാര്യം എന്താണ്? ഒന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. കൃഷിയിലുണ്ടായ നഷ്ടമാണ്. രാജാവിൻ്റെ ഇൻഎഫക്റ്റീവ്നെസ് ആണ്. പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് നൊബിലിറ്റിയും മറ്റുള്ളവർക്കും ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റുമായിട്ട്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഫ്രഞ്ചിൽ റവല്യൂഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഫ്രാൻസിൽ റവല്യൂഷൻ ഉണ്ടായത്. ഇതേ ചോദ്യം മറ്റൊരു രീതി ചോദിക്കാം. കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് ചോദിച്ചാലും നമുക്ക് ഇതേ ഉത്തരങ്ങൾ തന്നെ പറയാം. ഒന്ന്, ബൂർബൺ രാജാക്കന്മാരുടെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റോള്, സോഷ്യൽ ഇനീക്വാലിറ്റി, എക്കണോമിക് ക്രൈസിസ്, ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിനെന്ത് കാരണമായി മാറിയത്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാരണമായിട്ട് മാറിയത്. അടുത്ത ചോദ്യം നോക്കി. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ഒരു സെക്കൻഡ്. ഞാൻ ഇതൊന്ന് ഇപ്പുറത്തോട്ടാക്കിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ പോയിന്റുകൾ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. വുമൺ ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ വരുന്നതിന് മുന്നേ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ. ഫിയറിംഗ് ദ റാത്ത് ഓഫ് ദ പീപ്പിൾ, ലൂയി 16 അപ്രൂവ്ഡ് ദ ലോ പാസ്ഡ് ബൈ ദ നാഷണൽ അസംബ്ലി വിച്ച് ആർ ദേ. ഇപ്പോൾ പറഞ്ഞല്ലോ എന്ത് പറ്റി? ജനങ്ങൾ ബാസ്റ്റിൽ കോട്ട തകർത്തു. അതോടെ തീർന്നോ? ഇല്ല. അവരെന്ത് ചെയ്തു? നേരെ വെഴ്സായിലീസ് കൊട്ടാരത്തിലോട്ട് പോകുന്നു. അവിടെ നമ്മൾ വുമൺ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ അത് പറയുന്നുണ്ട് അല്ലേ. വെഴ്സായിലീസ് കൊട്ടാരത്തിലോട്ട് പോകുന്നു. രാജാവിനെ കാണുന്നു. രാജാവിനെ മനസ്സിലായി. ജനങ്ങൾ ഇടഞ്ഞിരിക്കുകയാണ്. മര്യാദയ്ക്ക് കാര്യങ്ങൾ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളെ പിടിച്ചിടിക്കുന്നു മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു? അവർ പറഞ്ഞ നിയമങ്ങളിൽ അദ്ദേഹം ഒപ്പുവെച്ചു. എന്തൊക്കെ നിയമങ്ങളാണ്? സ്ലേവറി അബോളിഷ് ചെയ്തു. പവർ ഉണ്ടായിരുന്ന നൊബിലിറ്റി ഉണ്ടായിരുന്ന സ്പെഷ്യൽ പവറുകൾ എടുത്ത് മാറ്റി. ആവശ്യമില്ലാത്ത ടാക്സുകൾ എടുത്ത് മാറ്റി. കാത്തലിക് ചർച്ചിന് കൊടുക്കുന്ന ടാക്സ്, നൊബിലിറ്റിക്ക് കൊടുക്കുന്ന ടാക്സ് ഒക്കെ എടുത്ത് മാറ്റി. അഡീഷണൽ ടാക്സുകൾ ഇല്ലാതായി. അപ്പോൾ ഈ നിയമങ്ങളാണ് അവർ പാസ്സാക്കിയത്. ഇനി സ്ത്രീകളും ഫ്രഞ്ച് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. റോൾ ഓഫ് വുമൺ ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് പറയണം, ഒളിമ്പ ഡിഗൂച്ചിൻ്റെ കേസ് പറയണം. അതുപോലെ തന്നെ പറയണം മാഡം ജീൻ സുലിവൻ ജീൻ റോളൻഡിൻ്റെ കേസും പറയണം. ആരായിരുന്നു ഈ പറയുന്ന ഒളിമ്പ ഡിഗൂച്ച് എന്ന് പറയുന്നത്? ഒരു പ്ലെയർ റൈറ്റർ ആയിരുന്നു, ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. വുമൺസ് റൈറ്റിന് വേണ്ടിയിട്ട് പോരാടിയിരുന്നു അല്ലേ. പറയുന്നു എന്താണെന്ന് നോക്കിയാൽ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദ വുമൺ ആൻഡ് ഫീമെയിൽ സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഫേമസ് ആയിട്ട് എഴുതുന്നുണ്ട്. സോഷ്യൽ സ്ട്രക്ചറിൽ വുമൺസിന് അൺഈക്വൽ പവർ ആയിരുന്നു. അത് ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. മാഡം ജീൻ റോളൻഡ് ആണെങ്കിൽ എന്ത് പറ്റി? പ്രോപ്പർട്ടിക്കുള്ള അവകാശം അല്ലേ, റൈറ്റ് ടു ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. പോയിന്റുകൾ അതിനകത്തുനിന്ന് എഴുതാം.
ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ എന്നത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഒളിമ്പ ഡിഗൂച്ച് ആണ്. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എഴുതിയത് 2024 വന്ന ചോദ്യമാണ്. കണ്ടല്ലോ, ഇത് CBSE ചോദ്യമാണ് ഈ പറയുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ നിൽക്കുമായിരുന്നു. അങ്ങനെ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, ഫ്രാൻസിലേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വരുന്നു. അവരങ്ങനെ ആദ്യമായിട്ട് നാഷണൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കാം. വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് വാസ് പാസ്ഡ് ബൈ ദ നാഷണൽ അസംബ്ലി ഓഫ് ദ ഫ്രാൻസ് ഇൻ ദ ഫ്രഞ്ച് റവല്യൂഷൻ. എന്തൊക്കെ പറയാൻ പറ്റും? മെൻ ആർ ബോൺ ഫ്രീ ആണ്, പക്ഷേ അവരെല്ലായിടത്തും എന്തിലാണ്, എല്ലായിടത്തും അവർ എന്താണ്, ചങ്ങലയിലാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊരു അസോസിയേഷൻ്റെയും ഈ പറയുന്ന പോയിന്റുകൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊരു അസോസിയേഷൻ ലക്ഷ്യം എന്താണ്? മനുഷ്യൻ്റെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ലിബർട്ടിക്കുള്ള അവകാശം, പ്രോപ്പർട്ടിക്കുള്ള അവകാശം, സെക്യൂരിറ്റിക്കുള്ള അവകാശം, ഒപ്രഷനെ എതിർക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ എന്താണ്, രാജ്യത്തോടായിരിക്കണം നമുക്ക് കൂറുണ്ടാവേണ്ടത്. ലിബർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റുള്ളവരെ ഇൻജുറി ചെയ്യാനുള്ള അവകാശമല്ല, അല്ലാത്ത എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അങ്ങനെയുള്ള ഒരു ഫ്രീഡത്തെ നമുക്ക് നിയമം കൊണ്ട് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിയമം കൊണ്ട് എന്തിനു മാത്രമേ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സൊസൈറ്റിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിയമത്തിലൂടെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത് ലിസ്റ്റ് ഔട്ട് ദ റിഫോംസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പിയർ ഓഫ് ദ ഫ്രാൻസ് ബൈ ദ നാഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലി എന്തൊക്കെ റിഫോംസ് ആണ് കൊണ്ടുവന്നതെന്നുള്ളതാണ്. അത് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും അല്ലേ. എല്ലാവർക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. അസിഗ്നേറ്റ് എന്ന് പറയുന്ന പേരിൽ കറൻസി കൊണ്ടുവരുന്നു. റിലീജിയസ് ലീഡേഴ്സിൻ്റെ പവർ എടുത്ത് മാറ്റുന്നു. എന്ത് ചെയ്യുന്നു? റിലീജിയസ് ടോളറൻസ് കൊണ്ടുവരുന്നു. ക്ലർജിയെ ഗവൺമെൻറ് എംപ്ലോയീസ് ആക്കി മാറ്റുന്നു. അത് എന്താ പറ്റിയത്? റെയിൻ ഓഫ് ടെറർ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഈ പറയുന്ന 92 സമയമായപ്പോഴത്തേക്കും പുതിയൊരു അധികാരം വരുന്നുണ്ട് അല്ലേ. അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ കൺവെൻഷൻ. എന്താണ്? നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന പുതിയൊരു അധികാരികൾ വരുന്നു. ആ നാഷണൽ കൺവെൻഷൻ എന്ന് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെ കയ്യിലായിരുന്നു അത്? ജാക്കോബിയൻസിൻ്റെ കയ്യിലായിരുന്നു അധികാരം എന്ന് പറയുന്നത്. ആ ജാക്കോബിയൻസ് എന്ത് ചെയ്തു? ലൂയി 16 കൊന്നു എന്നല്ല, ശിക്ഷ നടപ്പിലാക്കി. അതിനുശേഷം എന്ത് പറ്റി? പിന്നീട് അങ്ങോട്ട് നടത്തിയതിനെയാണ് നമ്മൾ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. അതായത് 1793 എന്ത് പറ്റി? ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ഉണ്ടായി. കാരണം ഫ്രാൻസിനെ ബ്രിട്ടനും മറ്റ് രാജ്യങ്ങളും അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ട്? രാജ്യത്തെ ഇന്റേണൽ അഫയേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട്. റോബ്സ്പിയർ ആയിരുന്നു അതിൻ്റെ നേതാവെന്ന് പറയുന്നത്. ഡാൻറ്റനും ഹെർബർട്ടും അതുപോലെ തന്നെ മറാട്ടും ഒക്കെ അതിന് മെമ്പേഴ്സ് ആയിരുന്നു. അവരെന്ത് പറ്റി? പോയവനെയും വന്നവനെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ എന്ത് പറ്റി? ഗില്ലറ്റിൻ വെച്ച് എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. അങ്ങനെ നോബിൾസിനെയും പ്രീസ്റ്റിനെയും സപ്പോർട്ടേഴ്സ് ഓഫ് ദ കിങ്ങിനെയൊക്കെ പിടിച്ച് അകത്തിട്ടു. എന്നിട്ട് എന്ത് പറ്റി? സെപ്റ്റംബർ മാസത്തിൽ ജയിലിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ ഇവന്മാരെല്ലാം പിടിച്ചിട്ട് പരസ്യമായിട്ട് കൊന്നു. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. പക്ഷെ അവസാനം എന്ത് പറ്റി? ഈ റോബ്സ്പിയറിനെയും ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തിരിച്ചിതിനകത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് റെയിൻ ഓഫ് ടെറർ എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു 1 വേർഡ് പോലെ ചോദിക്കാൻ പറ്റും. എക്സ്പ്ലെയിൻ ദ റെയിൻ ഓഫ് ടെറർ ഇൻ ബ്രീഫ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിന്റുകളായിരിക്കണം എഴുതേണ്ടത് അല്ലേ. റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത് 93 to 94 വരെയാണ് ഉണ്ടായത്. കാരണം 95 അടുത്ത എന്താണ് പുതിയ ഡയറക്ടറി ഫോം ചെയ്യുന്നത്. പഠിച്ചു കഴിഞ്ഞല്ലോ ചാപ്റ്റർ, അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ല. എന്തായിരുന്നു ഈ പറയുന്ന റോബ്സ്പിയർ കാര്യങ്ങൾ ചെയ്തത്? അതെന്ത് പറ്റി? സ്ട്രിക്റ്റ് പോളിസീസ് കൊണ്ടുവന്നു, എക്കണോമിക് റെഗുലേഷൻസ് കൊണ്ടുവന്നു, ലാംഗ്വേജ് റിഫോംസ് കൊണ്ടുവന്നു. അതുപോലെ എന്താണ്, ചർച്ചുകളൊക്കെ അടച്ചിട്ടു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന റെയിൻ ഓഫ് ടെറർ ഉണ്ടാവുന്നത്. അവസാനം റോബ്സ്പിയർ മരിക്കുന്നതോടുകൂടി ഇത് തീരുന്നു. ഈ പോയിന്റുകൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തത് ഇത് CBSEയുടെ പോയിന്റ് ആയതുകൊണ്ടാണ്. ചോദ്യത്തിൻ്റെ രീതി മനസ്സിലാക്കാൻ ഞാൻ ആ പോയിന്റ് ഇവിടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ പുതിയൊരു അധികാരിക വരികയാണ് അല്ലേ. എൻ്റെ പേരാണ് എന്ത്? ഡയറക്ടറി വരികയാണ്. ആര് വരികയാണ്? പുതിയ ഡയറക്ടറി വരികയാണ്. അതായത് പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വരികയാണ് അല്ലേ. 1795 പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. അതിൻ്റെ പ്രകാരം ഒരു 5 അംഗ കമ്മിറ്റി വരുന്നു. കമ്മിറ്റിയുടെ പേരാണ് ഡയറക്ടറി. പക്ഷേ കറപ്ഷനും മിസ്മാനേജ്മെൻറ്റും കാരണം ഇത് ഫെയിൽ ആവുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്നത്. നോക്കിയേ, റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ റിസൾട്ട് എന്താണ്? ഇത്രയും വലിയ പാരഗ്രാഫിനെ ഞാൻ നോട്ട് തന്നപ്പോൾ അതിനകത്ത് 6 പോയിന്റും അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഹെഡിങ് മാത്രമേ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ലേ. ഫ്രഞ്ച് റവല്യൂഷനോടെ എന്തൊക്കെയാണ് ഉണ്ടായത്? ഫ്യൂഡലിസം അവസാനിച്ചു. പഴയ നിയമങ്ങൾ മാറി പുതിയ നിയമങ്ങൾ വന്നു. എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. അതായത് മെട്രിക് സിസ്റ്റം, അളവ് തൂക്ക സമ്പ്രദായം, ഇവിടെ പറയുന്ന പോയിന്റുകളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത് മോഡേൺ നാഷണലിസം വന്നു. അതായത് രാജാവിനോടല്ല രാജ്യത്തോടാണ് കൂറ് അല്ലേ. ഈ ആൾക്കാർക്ക് എന്താണ്? ഒരു നാഷണലിസം എന്നൊരു ഫീല് വന്നു. മൊണാർക്കിയോടല്ലാതെ രാജ്യത്തോടൊരു സ്നേഹം ഉണ്ടായി. ഫ്രഞ്ച് സിറ്റിസൺസ് ആണെന്നുള്ളൊരു താല്പര്യം ഉണ്ടായി. ഡെമോക്രസി വന്നു. മാത്രമല്ല ഇത് കാരണം മറ്റു പല രാജ്യങ്ങളിലും അവിടുത്തെ മൊണാർക്കിക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് കൊടുത്തു. അടുത്ത
അങ്ങനെ നിന്ന് മോശം അല്ലെ 95 എന്തോ ഡയറക്ടർ വരുന്നു, ഫെയിലാവുന്നു. അങ്ങനെ നിൽക്കുകയാണ് ആര് വരുന്നത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് വരുന്നത്. ആര് വരുന്നത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് വരുന്നു. അദ്ദേഹം മിലിറ്ററി ജനറൽ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു പട്ടാള റൂൾ പോലത്തെ റൂൾ ഫ്രാൻസിലേക്ക് കൊണ്ടുവരുന്നു. കാരണം ജനങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന ഈ നാഷണൽ അസംബ്ലി ആയാലും ശരി, അതുപോലെ തന്നെ ഈ പറയുന്ന ഡയറക്ടറി ആയാലും ശരി, ഇതിലൂടെ മൊത്തം ദാരിദ്ര്യമാവുകയാണ് അല്ലെ ഇവിടെ പറയുന്നുണ്ട്. കാരണം ഏറ്റവും അവസാനം എന്ത് പറ്റി? അട്ടർ പോവർട്ടി അല്ലെ, ആൾക്കാർക്ക് ഈ പറയുന്ന പുതിയ ഗവൺമെൻറ്റിലെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആര് വരുന്നത്? നെപ്പോളിയൻ വരുന്നത്. ഓക്കെ, വൈ ഡിഡ് ദ യൂറോപ്യൻ കൺട്രീസ് യുണൈറ്റ് അഗെയിൻസ്റ്റ് നെപ്പോളിയൻ? ഒരു ചോദ്യം വരാം. ഇതിവിടെ അല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരുന്ന പോയിന്റാണ്, പക്ഷേ ആദ്യം വന്നുപോയി. എന്താ സംഭവം? നെപ്പോളിയനെതിരെ മറ്റ് രാജ്യങ്ങൾ തിരിയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം നമ്മൾ പറയുന്നുണ്ട്. കോണ്ടിനൽ സിസ്റ്റം ഒക്കെ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്. എന്താ കാര്യം? നെപ്പോളിയൻ ഈ പറയുന്ന റവല്യൂഷൻ എന്ന് പറയുന്ന ഐഡിയ എന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് കൊണ്ടുവന്നു. ജനങ്ങൾക്ക് അവകാശം അല്ലെ, ജനങ്ങൾക്ക് വസ്തു കൊടുത്തു, ജനങ്ങളെ പഠിപ്പിക്കാൻ ഫ്രീ സ്കൂൾ കൊണ്ടുവന്നു. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നെപ്പോളിയൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ രാജാക്കന്മാരെ ഭരിച്ചുകൊണ്ടിരുന്നത്. സോ അവരുടെ അധികാരത്തിന് ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ മൊത്തത്തിൽ നെപ്പോളിയനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെപ്പോളിയൻ്റെ റൂളിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഓക്കെ, നെപ്പോളിയൻ്റെ ഒരു ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു. ആയിക്കോട്ടെ, ഈ 799 തൊട്ടാണ് ഇത് വരുന്നത്. എന്താണ്? നാഷണലിസം അദ്ദേഹം സ്ട്രെങ്തൻ ചെയ്തു. അതുപോലെ തന്നെ എന്ത് പറ്റി? ഓരോ യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, പിടിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഫിയർ ചെയ്യുന്നു. അങ്ങനെ വാട്ടർലൂ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിന് തകർക്കുകയാണ് ചെയ്യുന്നത്. സോ നെപ്പോളിയൻ്റെ ഫുൾ പോയിന്റുകൾ ഒരൊറ്റ ചോദ്യത്തിൽ വന്നാൽ ഈ രീതിയിലായിരിക്കും നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. നെപ്പോളിയൻ്റെ ഈ പറയുന്ന റൂളിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. എന്തൊക്കെയാണ്? നെപ്പോളിയൻ കോഡ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ കാത്തലിക് ചർച്ചിന് ഫ്രീഡം കൊടുത്തു അല്ലെ. മുമ്പ് അവർ ഫ്രീഡം എടുത്ത് കളഞ്ഞിരുന്നത് കൊടുത്തു. പോയിട്ട് ചർച്ച ചെയ്തിട്ട് കുറച്ച് ഫ്രീഡം കൊടുത്തു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പേരിൽ, ഗവൺമെൻറ് ആയിട്ടുള്ള IC എന്ന പേരിൽ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും തുടങ്ങുന്നുണ്ട്. ബാങ്ക് ഓഫ് ഫ്രാൻസ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു മോണിറ്ററി സിസ്റ്റം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ എന്ത് പറ്റി? പുതിയ ആർമിയെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നോക്കടാ, ഇങ്ങനൊരു ചോദ്യം വരാം. എക്സാമിൻ ദ റിഫോംസ് ആൻഡ് പോളിസീസ് ഓഫ് ദ നെപ്പോളിയൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഐഡിയോളജീസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ റിഫ്ലക്റ്റഡ് ഇൻ ദം. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഐഡിയകളും നെപ്പോളിയൻ്റെ റിഫോംസ് തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നെപ്പോളിയനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. മിഡിൽ ക്ലാസ് വന്നു ഫ്രഞ്ച് റവല്യൂഷനിൽ. അപ്പോൾ അവരെങ്ങനെയാണ് നെപ്പോളിയൻ സപ്പോർട്ട് ചെയ്തത്? ക്ലർജിയെ കൺട്രോൾ ചെയ്തു. ഫണ്ടുകൾ എന്ത് ചെയ്തു? ഇല്ലാതെ ഉള്ള സംഘടനകളൊക്കെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവരുന്നു. അതുപോലെ എന്താണ്? റോഡ് ട്രാൻസ്പോർട്ടേഷനും ന്യൂ കോഡ് ഓഫ് ലോയും കൊണ്ടുവന്നു. ലാൻഡ് ഈ പറയുന്ന നോബിൾസിൻ്റെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചെടുത്തിട്ട് ആർക്കാണ് കൊടുക്കുന്നത്? മിഡിൽ ക്ലാസ്സിനാണ് കൊടുക്കുന്നത്. അങ്ങനെ ഫ്യൂഡലിസം എന്ത് ചെയ്ത് അവസാനിച്ചു അല്ലെ. ഫാർമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്, എക്സസൈസ് ദ സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി, കോഡ് ഓഫ് ലോ കൊണ്ടുവരുന്നു. അങ്ങനെ ഫ്യൂഡലിസം ഇല്ലാതാക്കുന്നു. നാഷണലിസം കൊണ്ടുവരുന്നു. അതായത് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരുന്നു, ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവരുന്നു, കോഡ് ഓഫ് ലോ കൊണ്ടുവന്നിട്ട് എന്ത് പറ്റി? ജനങ്ങൾക്കിടയിൽ പട്ടാളത്തിനെ ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് രാജ്യത്തോടൊരു സ്നേഹം കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റ് രാജ്യങ്ങൾ തകർക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മെയിൻ എനിമിയായിട്ടുള്ള ഇംഗ്ലണ്ടിനെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റമാണെന്ത്? കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടനെ തകർക്കാൻ വേണ്ടിയിട്ട്, എക്കണോമിക്കലി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നെപ്പോളിയനുമായിട്ട് കോൺടാക്റ്റ് ഉള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല? ബ്രിട്ടനുമായിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരുന്നു. പക്ഷേ അത് എന്ത് ചെയ്തു? ഫെയിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വാട്ടർലൂ യുദ്ധം വരുന്നു. യുദ്ധത്തിൽ നെപ്പോളിയനെ തോൽപ്പിക്കുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? നാട് കടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നെപ്പോളിയൻ ഡിഫീറ്റ് ആയതിനു ശേഷം നടക്കുന്നതാണ് കോൺഗ്രസ് ഓഫ് വിയന്ന. കോൺഗ്രസ് ഓഫ് വിയന്നയിൽ എന്താ പറ്റി? യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് ഓസ്ട്രിയയിൽ വെച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. എന്താണ്? നെപ്പോളിയൻ പിടിച്ചടക്കിയ സ്ഥലങ്ങളൊക്കെ തിരിച്ച് അതാത് രാജ്യത്തിന് കൊടുക്കുക. ഫ്രാൻസ് പഴയ ലെവലിലോട്ട് തിരിച്ചു പോകുക. അതാണ് യൂറോപ്പിൻ്റെ മാപ്പ് റീഡ്രോ ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഓസ്ട്രേലിയൻ ചാൻസലറായിട്ടുള്ള മെറ്റേണിച്ചാണ് ഇത് നയിച്ചത്. അതൊക്കെ നോക്കിയാൽ മതി. ഇവിടുന്ന് അങ്ങനത്തെ ചോദ്യങ്ങളെ വരുള്ളൂ. അടുത്ത വാട്ട് ആർ ദ മേജർ ഡിസിഷൻസ് എന്നൊക്കെ ചോദിക്കാം. അത് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയായിരിക്കും? റിസോർട്ട് ദ മൊണാർക്ക് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ കൺട്രീസ് ഓഫ് ദ യൂറോപ്പ് ഇൻക്ലൂഡിംഗ് ഫ്രാൻസ് ബിഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ. ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഈ രാജാക്കന്മാരെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ബൂർബൺ മൊണാർക്ക് ഫ്രാൻസിൽ തിരിച്ചു കൊണ്ടുവരുന്നു. ബ്രിട്ടൻ്റെ നേവൽ സുപ്രീമസിയും അതുപോലെ റഷ്യയുടെ ഡോമിനൻസും യൂറോപ്പ് അംഗീകരിക്കുന്നു. അതുപോലെ ഓസ്ട്രേലിയ ഡോമിനൻസ് സെൻട്രൽ യൂറോപ്പിലേക്ക് വരുന്നു. ഫ്രാൻസ് തകരുകയാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഞാൻ കണ്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തന്നതാണ്. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.